കമാൽ പാഷ സാറിനെ എനിക്ക് വളരെ ആദരവാണ്, ഇഷ്ടമാണ്. ഞാൻ ജനിക്കുന്നതിന് മുമ്പേ അഡ്വക്കേറ്റായ വ്യക്തിയാണ്. അദ്ദേഹത്തോടുള്ള എല്ലാ ആദരവും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, കമാൽ പാഷ സാറ് പറഞ്ഞത് രാഹുൽ ഈശ്വർ ഷാരോണിനെ ന്യായീകരിച്ചാണ് പറഞ്ഞിരുന്നെങ്കിൽ, അതായത് ഷാരോൺ ഗ്രീഷ്മയെ കൊല്ലുകയും ഷാരോണിനെ ഞാൻ ഇതേ വാക്കുകൾ കൊണ്ട് ന്യായീകരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ പോലീസുകാരെന്നെ അറസ്റ്റ് ചെയ്യുമായിരുന്നു. അതാണ് എൻ്റെ വ്യത്യാസം. അതായത് ഇതേ കാര്യം ഞാൻ മുമ്പ് നടന്നൊരു കേസിൽ, ഹണിറോസുമായി ബന്ധപ്പെട്ട കേസിൽ അവർക്കെതിരെ പറഞ്ഞ പ്രസ്താവന തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് പോലും എനിക്കെതിരെ കേസും പരാതിയും വന്നു. ഇതേപോലുള്ള നമ്മുടെ വരും തലമുറകൾക്ക് ഒരു ഡിഫൻസ് ആയിട്ടാണ് നമ്മളിത് അവതരിപ്പിക്കുന്നത്. എല്ലാവിധ പിന്തുണയും നൽകണം. കമാൽ പാഷ സാറ് അദ്ദേഹത്തിൻ്റെ നിലപാട് തിരുത്തണം. ഇപ്പോഴെങ്കിലും ഗ്രീഷ്മയാണ് വേട്ടക്കാരി എന്നവർ തിരിച്ചറിയണമെന്ന് അഭ്യർത്ഥിക്കും. സ്ത്രീകളല്ല, ഈ തീവ്ര ഫെമിനിസ്റ്റുകൾ സ്വീകരിക്കുന്ന നിലപാട് പുരുഷവിരോധമാണ്. സംഘടനയല്ല, ഗവൺമെൻറ് സംവിധാനം. വനിതാ കമ്മീഷൻ പോലെ, യുവജന കമ്മീഷൻ പോലെ ഗവൺമെൻറ് സംവിധാനമാണിത്. നമ്മളിത് ആർക്കും എതിരെയല്ല, ഇത് സ്ത്രീകൾക്കെതിരെയല്ല, പക്ഷേ പുരുഷന്മാർക്ക് വേണ്ടിയാണ്. വ്യാജ പരാതികളെ തടയാൻ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്കൊരു പ്രതിരോധം തീർക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഇതിൽ ഒരു മെമ്പർ സ്ത്രീ തന്നെ വേണമെന്നുള്ളതാണ് നമ്മൾ ആദ്യം പറഞ്ഞിരിക്കുന്നത്. കാര്യം വ്യാജ പരാതികളുണ്ടെങ്കിൽ ആ സ്ത്രീയുടെ, വനിതയുടെ നിലപാട് അതിൽ ക്രൂഷ്യലാകണം. അങ്ങനെ തന്നെയാണ് MLA എൽദോസിനോട് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. പുരുഷ കമ്മീഷനിൽ ഒരു വനിതാ അംഗം നിർബന്ധമാണ്. കാര്യം പലപ്പോഴും വനിതകളാണ് ആണുങ്ങൾക്ക് കൂടുതൽ ജസ്റ്റിസ് നൽകുന്നത്. കാര്യം അവർക്ക് ഇല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധയാണെന്ന് ബ്രാൻഡ് ചെയ്യപ്പെടുമെന്ന് പേടിയില്ല. പുരുഷൻ ഒരു സ്ത്രീ കേസ് ഡീൽ ചെയ്യുകയാണെങ്കിൽ പുരുഷ ജഡ്ജിക്കടക്കം താൻ സ്ത്രീ വിരുദ്ധയാണ്, പിന്തിരിപ്പനാണ് എന്നൊക്കെ ബ്രാൻഡ് ചെയ്യപ്പെടുമെന്ന് പേടിയുണ്ട്. പക്ഷേ സ്ത്രീ ആകുമ്പോൾ ആ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് സ്ത്രീ തികച്ചും വേണമെന്നുള്ളതാണ് അഭ്യർത്ഥന. തൂക്കിക്കൊല്ലണമെന്ന് വാദിക്കാം, മറ്റേത് വാദിക്കാം, തൂക്കിക്കൊല്ലണമെന്ന് വാദിക്കാം, മറ്റേത് വാദിക്കാം. പക്ഷേ ഒറ്റ കാര്യമേ ഉള്ളൂ, ഇനിയെങ്കിലും ഷാരൻ വേട്ടക്കാരനാണെന്നും ഗ്രീഷ്മ ഇരയാണെന്നും പറയരുത്. അതൊരു മിനിമം മര്യാദയല്ലേ? മരിച്ചുപോയ ഷാരൻ വേട്ടക്കാരനും പാവം ഗ്രീഷ്മ ഗത്യന്തരമില്ലാതെ ചെയ്തുകൊണ്ട് ഇരയാണ് എന്ന് പറയാതിരുന്നാൽ മതി. അത്ര മര്യാദയെങ്കിലും ഈ നാട്ടിലെ പുരുഷന്മാരോട് കാണിക്കണം.